മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എങ്ങനെ ജീവിക്കണം എന്നൊരു ചോദ്യമുണ്ട്. എത്ര കാലം ജീവിക്കണം മറ്റൊരു ചോദ്യമാണ്. എത്ര കാലം ജീവിക്കണം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം നമ്പറിൽ പറയാൻ സാധിക്കും. 40, 50, 70, 80, 90 നമ്പറിൽ പറയാൻ സാധിക്കും. എത്ര കാലം ജീവിച്ചു, എത്ര കാലമായി ജീവിക്കുന്നു, എത്ര കാലം ജീവിക്കണം എന്ന ചോദ്യത്തിന് ന്യൂമറിക്കൽ വാല്യൂ, ടാൻജിബിൾ പാരാമീറ്ററിൽ പറയാൻ സാധിക്കും. പക്ഷെ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താ പറയുക? പൊതുവെ ഞാൻ സാധാരണ പ്രഭാഷണങ്ങളിൽ എല്ലാവരോടും പറയാറുണ്ട്, നമ്മളുടെ ജീവിതം എങ്ങനെ ജീവിക്കൂ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് മുമ്പിൽ സമർപ്പിക്കേണ്ട 4 വാക്കുകൾ: യൂസ്ഫുൾ ലൈഫ്, പർപ്പസ്ഫുൾ ലൈഫ്, ഫ്രൂട്ട്ഫുൾ ലൈഫ് ആൻഡ് മീനിങ്ഫുൾ ലൈഫ്. പ്രയോജനപ്രദമായൊരു ജീവിതം, ലക്ഷ്യബോധമുള്ളൊരു ജീവിതം, ഫലപ്രദമായൊരു ജീവിതം, അർത്ഥവത്തായൊരു ജീവിതം. പ്രയോജനപ്രദമായ, ഉപയോഗപ്രദമായ ജീവിതം എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സിന് നന്മ വരുത്തണം, നമ്മുടെ ശരീരത്തിന് നന്മയും ആരോഗ്യവും നിലനിർത്തണം, നമ്മുടെ കുടുംബത്തിൽ ബന്ധങ്ങൾ ദൃഢമാകണം, നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കണം, നമ്മുടെ സമൂഹത്തിൽ ഏത് വിഭാഗം ജനതയും തമ്മിലുള്ള ഐക്യം ഉണ്ടാവണം, രാഷ്ട്രത്തിൻ്റെ ഉദ്ഗ്രഥനത്തിന് നമ്മളുടേതായിട്ടുള്ള ഒരു റോള് ചെറുതോ വലുതോ അഭിനയിക്കണം, പ്രാവർത്തികമായി അത് നിലനിർത്തണം. അങ്ങനെ യൂസ്ഫുൾ ലൈഫ്. പിന്നെ ലക്ഷ്യബോധമുള്ളൊരു ജീവിതം. ചെറുതോ വലുതായിട്ടുള്ള ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിനൊരു ലക്ഷ്യം ഉണ്ടാവണം. അതേപോലെ തന്നെ ഫ്രൂട്ട്ഫുൾ ലൈഫ്, ഫലപ്രദമായൊരു ജീവിതം. ഏത് കാര്യമാണോ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത് അത് പൂർണ്ണമായിട്ടും ചെയ്ത് വിജയപ്രദമാക്കിയിട്ട് തിരിച്ചു വരാവൂ. അത് വിജയിച്ചില്ലെങ്കിൽ കാര്യകാരണ സഹിതം വിജയിപ്പിക്കാൻ വേണ്ടതുപോലെ വേണ്ട സമയത്ത് വേണ്ടവരുമായി ചേർന്ന് ചെയ്യണം. ഇതിനെല്ലാത്തിനും കൂടി ചേർത്തിട്ട് മീനിങ്ഫുൾ ലൈഫ് എന്ന് പറയാം, അർത്ഥവത്തായൊരു ജീവിതം. ഇതതിൻ്റെ ഒരു വശമേ ആയുള്ളൂ. പക്ഷെ ഭാരതീയ പൈതൃക പ്രകാരം എങ്ങനെ ജീവിക്കണം എന്നൊരു ചോദ്യത്തിന് ഉത്തരമുണ്ട്. അതൊരു ഒറ്റ വരിയിൽ പറയാം: നിമിഷം ജ്വലിതം ശ്രേയം നത് ധൂമായിതും ചിരം. ഒരു നിമിഷമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിൽ പോലും ജ്വലിച്ചുകൊണ്ട് ജീവിക്കാം. നിമിഷം ജ്വലിതം ശ്രേയം. ഒരു നിമിഷമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിലും ശ്രേയസ്കരമായ ജീവിതം എന്ന് പറയുന്നത് പ്രകാശവും ഊർജവും മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് ഉള്ളൊരു ജീവിതമാണ്. നത് ധൂമായിതും ചിരം. കുറേ കാലം പുകഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ കുറച്ചു കാലം ജ്വലിച്ചുകൊണ്ട് ജീവിക്കുക നല്ലത്. എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും ഒരു കാര്യം ഉറപ്പാണ്: നമ്മളുടെ രാഷ്ട്രത്തിലെ നമ്മളുടെ പൂർവ്വ പിതാമഹന്മാരിൽ പലരും ജയിലിൽ ജീവിച്ച് തൂക്കുകയറിൽ അവസാനിപ്പിച്ച ആ ഒരു പ്രശ്നം ഇന്ന് നമുക്ക് ഉണ്ടാവുന്നില്ല. ഇന്ന് തൂക്കുകയറിൽ അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഭാരതത്തിലില്ല. അങ്ങനെ ഒരാളെ തൂക്കിക്കൊല്ലാറും പൊതുവെയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും മരണത്തെ നമുക്ക് പ്ലേറ്റിൽ വെച്ച് തരാൻ ആരുമില്ല. നമ്മൾ സ്വയം ആത്മഹത്യ ചെയ്താൽ മാത്രമേ ഉള്ളൂ മരണത്തെ നമ്മൾ പുൽകുന്നു എന്നുള്ള അർത്ഥം. അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുക, നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക, നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുക, നമ്മുടെ കുടുംബ ബന്ധം ദൃഢമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക, നമ്മുടെ ശരീരത്തെ നല്ല ആരോഗ്യമുള്ളതായിട്ട് നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുക, നമ്മുടെ മനസ്സിന് സംതൃപ്തിയും സന്തോഷവും തോന്നത്തക്ക വിധത്തിൽ ജീവിക്കാം. ഇതിനെ ഒന്നുകൂടി ഇരട്ടിപ്പിച്ചാൽ നമ്മുടെ മനസ്സിനും നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ മനസ്സിനും നന്മ വരുത്തുന്ന വിധത്തില് ജ്വലിതം ശ്രേയം. നമ്മുടെ ശരീരത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ടവരോ ബന്ധപ്പെടാത്തവരോ ആയിട്ടുള്ള വ്യക്തികളും ആയിക്കൊള്ളട്ടെ, അവരുടെ മനസ്സിനും ശരീരത്തിനും നന്മ വരുത്തുന്ന വിധത്തില്, നമ്മുടെയും അവരുടെയും കുടുംബ ബന്ധം ഭദ്രമാകുന്ന വിധത്തില്,
നമ്മളുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ എല്ലാം അല്ലെങ്കിൽ പരോക്ഷമായിട്ട് നമുക്ക് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അവരുടെ സാംസ്കാരിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന, അതേപോലെ തന്നെ സമൂഹ ബന്ധം വർദ്ധിപ്പിക്കുന്ന, രാഷ്ട്രത്തിന്റെ ഐക്യം ധന്യമാക്കുന്ന വിധത്തിൽ നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമായിത്തും ചിരം. ഒന്നുകൂടി പറയാം. നിമിഷം, ഒരു നിമിഷമേ ഉള്ളൂവെങ്കിലും ജ്വലിതം, ജ്വലിച്ചുകൊണ്ട് ജീവിക്കുക. ശ്രേയം, അതാണ് ശ്രേയസ്കരമായിട്ടുള്ളത്. നതു ധൂമായിത്തും ചിരം, കുറേ കാലം പുകഞ്ഞുകൊണ്ട് ജീവിക്കുന്നത് ശ്രേയസ്കരമല്ല തന്നെ. ഞാൻ ഇന്നലെയും ഒരു പ്രഭാഷണത്തില് എളംകുളം അമ്പലത്തില് ശ്രീകാര്യത്ത് പറയുകയുണ്ടായി. കുറേ യുവാക്കളും യുവതികളും ഉണ്ടായിരുന്നു. അവരെങ്ങനെ ആർത്ത് ഉല്ലസിച്ച് സന്തോഷത്തോടുകൂടി ആ പ്രഭാഷണം കേട്ടത്. പലരുടെയും മുഖത്തൊരു പുതിയ വെളിച്ചം കിട്ടിയ മാതിരി ആയിട്ടാണ് ആദ്യമായിട്ട് കണ്ടത് യുവാക്കളിൽ. ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു, ഒരു സംഘടന ഉണ്ടാക്കി പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ടിരുന്ന് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് അതിൽ ഭൂരിപക്ഷം നോക്കിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇറങ്ങുന്നതിനേക്കാളും ഇന്നത്തെ IT മണ്ഡലത്തിൽ, ഇൻഫർമേഷൻ ടെക്നോളജി മണ്ഡലത്തിൽ വാട്സപ്പ്, ഫേസ്ബുക്ക്, ബ്ലോഗ്, യൂട്യൂബ്, ഇമെയില്, ഇതെല്ലാ ഫെസിലിറ്റീസും നിങ്ങളുടെ മുമ്പിലുണ്ട്. സാധിക്കുന്നതെല്ലാം നിങ്ങൾ അതിലൂടെ ചെയ്യുക. നമ്മുടെ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനും ധന്യമായിട്ടുള്ള പ്രവർത്തനത്തിനും ലോകം ഭാരതത്തെ അംഗീകരിക്കുന്നതിനും തെളിവായിട്ട് ഇന്നലെ ഒരു വാർത്ത കണ്ടിരുന്നു. അമേരിക്കയില് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ IT കമ്പനികൾ, ഇന്ത്യക്കാരല്ല, ഇന്ത്യക്കാരുടെ IT കമ്പനികൾ, ജോലിക്കാരായിട്ടല്ല, ഉടമസ്ഥരായിട്ട് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അസാധാരണമായ സംഭാവന നൽകുന്നു എന്ന്. അതുപോലെ റിലയൻസ് കമ്പനിയിലേക്കാണ് 7th ഫ്ലീറ്റ് അമേരിക്കയുടെ മെയിൻ്റനൻസിനായിട്ടുള്ള കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഓരോ വ്യക്തിയും ഓരോ കമ്പനിയും രാഷ്ട്രത്തിന്റെ പേര് എത്ര ധന്യമായിട്ട് ഉയർത്തുന്നു. അതേപോലെ അമൃത്സറില് ആ മുനിസിപ്പാലിറ്റിക്കാരാണ് ഏറ്റവും വലിയ ഒരു ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തുന്ന പോസ്റ്റ് കറാച്ചിയിൽ നിന്ന് കാണത്തക്ക വിധത്തിൽ ഉയർത്താൻ പോകുന്നത്. 2 കോടി രൂപയേ ഉള്ളൂ അതിന് വില. ചെലവ്, വിലയല്ല ചെലവ്. ഇത്ര ഗംഭീരമായിട്ട് 6 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമുള്ള ഒരു കാരണവശാലും കീറാത്ത ഒരു ഭാരതീയ ദേശീയ പതാക ഉയർത്തി പാകിസ്ഥാൻകാരെ ഒന്ന് കാണിക്കാനും പാകിസ്ഥാനിൽ നിന്ന് വേണ്ടത് വേണ്ട സമയത്ത് എടുക്കാനും പാകത്തിനുള്ള സംവിധാനങ്ങളോട് കൂടി ഉയർത്താൻ തീരുമാനിച്ച ഐഡിയ ആരുടെയോ തലയിൽ ഉദിച്ചതായിരിക്കും. അത്ര ഗംഭീരമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിമിഷം ജ്വലിതം ശ്രേയം, നമ്മുടെ രാഷ്ട്രത്തിന്, നമ്മുടെ ധർമ്മത്തിന്, നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന്, അതിന് സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്ന വിധത്തില് നിമിഷം ജ്വലിതം ശ്രേയം നതുമായിതും ചിരം. കുറെ കാലം പുകഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ കുറച്ചു കാലം കത്തിജ്വലിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.